ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സെയിൻ വെള്ളിൻ്റെ നാച്ചുറൽ വ്ളോഗിലേക്ക് സ്വാഗതം. പുലരുന്നതേ ഉള്ളൂ, എങ്കിലും ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. രാവിലെ എൻ്റെ മുറ്റത്തിറങ്ങി എൻ്റെ വീടും എൻ്റെ ചെടികളുമൊക്കെ സ്വയം ഒന്ന് നോക്കിക്കണ്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പകൽ വെളുക്കുന്നതിന് മുമ്പും രാത്രി ഇരുട്ടുന്നതിന് മുമ്പും എനിക്ക് ഒരു സ്വഭാവമുണ്ട്. തനിയെ എൻ്റെ മുറ്റത്ത് നിന്ന് എൻ്റെ ചെടികളെയും എൻ്റെ വീടിനെയും ഒക്കെ ഞാനൊന്ന് നോക്കും. നോക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു പിടിക്കും. 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വീടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം എന്നൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരാറുള്ളത്. അപ്പോഴാണ് എനിക്ക് തോന്നാറുള്ളത്, ഈ വീടും ചുറ്റുപാടും കുട്ടികളും ഒക്കെ എനിക്ക് ഒട്ടനവധി ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന്. വീടും പരിസരവും അതുപോലെ മക്കളെയും ഒക്കെ നല്ല നിലയിൽ വൃത്തിയോടെ സൂക്ഷിക്കുന്നതാണ് ഒരു വീട്ടമ്മയുടെ ഏറ്റവും വലിയ കഴിവ്. നമ്മുടെ വീട്ടിലെ ജോലികൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം വൃത്തിയാക്കുന്നത് എൻ്റെ ബെഡ്റൂം തന്നെയാണ്. പിന്നീട് മറ്റുള്ള റൂമുകളൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി നേരെ അടുക്കളയിലേക്ക്. അടുക്കളയിൽ എത്തിയാൽ ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നല്ല ഒരു ചായ ഉണ്ടാക്കി കുടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറം ഭാഗത്തെ ക്ലീനിങ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റൊക്കെ നമ്മുടെ മുറ്റത്തും ഉണ്ടാവും. ഇന്ന് നമ്മൾ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നല്ല അടിപൊളി മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് കൂട്ടുകാർ എൻ്റെ ഡിഷൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിട്ടാണ് ഇന്ന് നല്ല മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണക്കമുളകും സവോളയും വെളുത്തുള്ളിയും കൂടെ നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ ഇതുപോലെ പൂളുകളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ശേഷം നമ്മൾ നന്നായി വഴറ്റി വെച്ച സവോളയും നല്ല ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയെല്ലാം കൂടെ അരച്ചെടുത്ത് നല്ല സൂപ്പർ ചമ്മന്തിയാവും. അങ്ങനെ രാവിലെ നല്ല ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒരു യാത്രയിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ആ യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കാണ്. അവിടെ എനിക്ക് ഒരു ഫ്രണ്ടിനെ കാണാനുമുണ്ട്. അപ്പോൾ ഫ്രണ്ടിനെയൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അവർക്കത് വീഡിയോയിലൂടെ കാണിക്കുന്നതൊന്നും അത്രയൊരു ഇഷ്ടമുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നൊരു യാത്ര പോയത് പാതിയിൽ വെച്ച് നിർത്തിയ ആ സങ്കടം നമുക്കിന്ന് മാറ്റി നല്ലൊരു യാത്ര സമ്മാനിക്കാം. നേരിയ തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് ഞാൻ പ്രകൃതി മതിവരുവോളം ആസ്വദിച്ചു. മുമ്പത്തെ പോലെ യാത്ര ഇപ്പോൾ എൻജോയ് ചെയ്യാൻ കഴിയാറില്ല. കാരണം നമുക്ക് ഓൺലൈൻ സെയിൽ ഉള്ളത് കൊണ്ട് തന്നെ മൊബൈലിൽ എപ്പോഴും മെസ്സേജും ഓർഡറുകളുമായി ഈ യാത്രയിൽ അത് തന്നെയാണ് ജോലിയും. വണ്ടിയുടെ ഗ്ലാസ് മുഴുവൻ മഞ്ഞ് മൂടിയിട്ടുണ്ട്. തണുപ്പ് വണ്ടിയുടെ ഉള്ളിലേക്ക് വരെ അരിച്ചു കയറാൻ തുടങ്ങി. വെയിൽ ചൂട് പിടിച്ചാൽ പിന്നെ തണുപ്പിന് ശമനം ലഭിക്കും. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് വണ്ടി ഒതുക്കി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അതിനായിട്ട് നല്ല ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെയാണ് നമ്മൾ വണ്ടി ഒതുക്കിയിട്ടത്. നല്ല തിരക്കുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാതെ വണ്ടിയിൽ തന്നെ വെയിറ്റ് ചെയ്തു. ഈ ഷോപ്പിന് ഒരു അറബി ടച്ചുണ്ട്. ഈന്തപ്പനയുടെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച മുറ്റം വളരെ മനോഹരമാക്കി തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഈന്തപ്പന മരച്ചുവട്ടിലും ടേബിളും കസാരയും ഒക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ലൊരു അറബി കോഫിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. സൗദി അറേബ്യയിൽ നിന്നും വിട വാങ്ങിയതിനു ശേഷം ഇതുപോലൊരു കോഫി കഴിച്ചിട്ടില്ല. അതിലേക്ക് വിവിധ തരം ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ്.
അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി, അത്തിപ്പഴം, ഇങ്ങനെ പലതരം ഫ്രൂട്ട്സുകൾ ഒക്കെ ഇതുപോലെ ഡ്രൈ ആക്കി നല്ല വൃത്തിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് ഇതുപോലെയുള്ള സീഡുകളാണ്. ഇതൊക്കെ വറുത്ത് നല്ല പാക്കാക്കി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. ഇന്നെന്തായാലും വയനാടിൻ്റെ മനോഹാരിത ഞാൻ ശരിക്കും അനുഭവിക്കും. അത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാണ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. തേയില കാടുകളിലൂടെ ഒന്ന് നടക്കണം, തേയില ചെടികളെ ഒന്ന് കാണണം. ഇതൊക്കെയായിരുന്നു വയനാട്ടിലെത്തുമ്പോഴുള്ള ആഗ്രഹം. ഉച്ച സമയത്ത് ഒരല്പം മയങ്ങി ശീലമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരല്പം ഉറങ്ങിപ്പോയി. ആ സമയത്തായിരുന്നു വയനാടിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഞാൻ എത്തിച്ചേർന്നതായി സ്വപ്നം കണ്ടത്. സ്വപ്നത്തിലെ കാഴ്ച മനോഹരമായിരുന്നു. വെളുത്ത് തുടുത്ത അരയന്നങ്ങൾ, അതുപോലെ തന്നെ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന താറാവ് കുഞ്ഞുങ്ങൾ, അവർക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്ന മീൻകുഞ്ഞുങ്ങളെ വിഴുങ്ങുന്ന രംഗമായിരുന്നു എൻ്റെ കണ്ണിൽ കണ്ടത്. എന്തായിരിക്കും ആ സ്വപ്നത്തിൻ്റെ ഉറവിടമെന്ന് എനിക്കൊട്ടും ഊഹമില്ല. തേയിലത്തോട്ടത്തിൽ എത്തിച്ചേർന്ന് സെയ്ൻ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് മനോഹരമായി വെട്ടി നിർത്തിയ തേയിലക്കൂട്ടങ്ങൾ. കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഇളം കാറ്റിലിളകുന്ന തേയിലത്തൂമ്പുകളെ മതി വരുവോളം ഞാൻ ആസ്വദിച്ചു. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ചായ. ഈ ഒരു തേയില ചെടികൾ കാണുമ്പോൾ ആ ഒരു ഭംഗി ആസ്വദിക്കുക തന്നെ വേണം നമ്മൾ. ഒരുപാട് ആളുകൾ അങ്ങിങ്ങായി നിന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആളുകളില്ലാത്തൊരു ഭാഗത്താണ് വണ്ടി നിർത്തിയത്. തേയില ചെടിയുടെ ഇലകൾ ഈ ഒരു പരുവത്തിലാണ് നുള്ളിയെടുക്കുന്നത്. കണ്ടില്ലേ, തളിരിലകൾ നുള്ളി വളരെ വൃത്തിയായി വെട്ടിയെടുത്ത പോലെയാണ് ഇവയുടെ ഒരു രീതി. ദൂരെ നിന്നും ഈ രംഗം കാണുമ്പോൾ കരുതും ചെറിയ തൈകളാണ് ഇവയൊക്കെ എന്ന്. നല്ല പ്രായമായ തൈകളാണ്. നല്ല ബോൺസായി ചെടികൾ പോലെയാണ് വളർന്നു നിൽക്കുന്നത്. സെയ്ൻ ഏകദേശം യാത്രയൊക്കെ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ നിന്നും വിട പറയാനൊരുങ്ങി. ഇനിയാണ് ഞങ്ങൾക്ക് കാർഷിക ഗവേഷണ കോളേജിൽ പോകേണ്ടത്. അതിനായി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ അവളും കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാവരോടും വിട പറയുകയാണ്. കാർഷിക ഗവേഷണ കോളേജിൻ്റെ കാഴ്ചകളുമായി ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക. വീണ്ടും പുതിയ വീഡിയോസുമായി വരുന്നത് വരെ പ്രിയമുള്ളവർക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.